ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒഡീഷ എഫ്.സിയെ തോൽപ്പിച്ച് തുടർച്ചയായി രണ്ടാം മത്സരവും വിജയിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇതോടുകൂടി 16 മത്സരങ്ങളിൽ നിന്ന് 20 പോയിന്റ് ആക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. 8ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. 6ാം സ്ഥാനത്തുള്ള മുംബൈയേക്കാൾ 3 പോയിന്റുകൾ കുറവ്. പക്ഷെ മുംബൈ ഒരു മത്സരം കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളൊക്കെ വീണ്ടും കൂടിയിരിക്കുകയാണ്. ഒരു മികച്ചൊരു ത്രില്ലർ മത്സരം തന്നെയായിരുന്നു ഇന്നലെ. ആദ്യം 4-ാം മിനിറ്റ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങുകയാണ് ചെയ്തത്. ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോളിന് പിന്നിലായിരുന്നു. പിന്നീട് പെപ്പറയുടെ ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 1-1 സമനിലെത്തിച്ചു. അതിനുശേഷമാണ് ലൂണ ജീസസ് നോവ കോംബോയിലൂടെ മികച്ചൊരു ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 മുന്നിലെത്തിയത്. അത് വളരെ മനോഹരമായുള്ളൊരു ഗോളായിരുന്നു. പക്ഷെ ഒഡീഷ എഫ്.സിക്ക് വീണ്ടും അത് സമനിലെത്തിക്കാൻ സാധിച്ചു. ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയ 2 ഗോളുകളും വളരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു. കാരണം ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളുകളൊക്കെ വഴങ്ങുന്നത്. ഡിഫൻസിന്റെയും ഗോൾ കീപ്പിംഗിന്റെയും മിസ്റ്റേക്കുകൾ കാണാവുന്നതാണ്. മിഡ്ഫീൽഡ് അത്യാവശ്യം ഡീസന്റ് ആയിട്ട് കളിക്കുന്നുണ്ട്, മികച്ച അറ്റാക്കിങ്ങും ഉണ്ട്, ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടിക്കുന്നുണ്ട്. എന്നാൽ ഡിഫൻസും ഗോൾ കീപ്പിങ്ങും ഒരുപാട് മിസ്റ്റേക്കുകളാണ് വരുത്തുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ മിസ്സായതും ഇത് കാരണം തന്നെയാണ്. എന്തായാലും 95-ാം മിനിറ്റിലൂടെ നോവ സൊദോയി കേരള ബ്ലാസ്റ്റേഴ്സിനെ വിജയത്തിലെത്തിച്ചു. മിക്കവരും ഒരു സമനില പ്രതീക്ഷിച്ച സമയത്തായിരുന്നു ആ ഒരു ഗോൾ വരുന്നത്. ഇത്തവണ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒപ്പം ചെറിയൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. 3-2 കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് മുമ്പ് മഞ്ഞപ്പട പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രതിഷേധത്തിനെതിരെ പോലീസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മത്സരത്തിന് ശേഷം വൈക്കിംഗ് ക്ലബ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാനെത്തിയ പ്ലേയേഴ്സ് പിന്നീട് മടങ്ങുകയായിരുന്നു. മാനേജ്മെന്റിനെതിരെ മഞ്ഞപ്പട നടത്തിയ ചാൻഡുകളാണ് അതിന് കാരണം. ഇത് കണ്ട അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോട് തിരിച്ചു മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് വെസ്റ്റ് ഗാലറിയുടെ ഭാഗത്ത് നിന്നായിരുന്നു വൈക്കിംഗ് ക്ലബ് ചെയ്തത്. എന്തായാലും മാനേജ്മെന്റിനെതിരെയുള്ള ചാനൽ ലൂണ ഹാപ്പി ആയിരുന്നില്ല. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മത്സരത്തിന് ശേഷം സെർജിയോ ലൊബേറ പറഞ്ഞ കാര്യങ്ങളാണ്. മത്സരത്തിന് ശേഷം അദ്ദേഹം അത്ര നിരാശനൊന്നും ആയിരുന്നില്ല. ഒരു ചിരിയോടെയാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് റൂമറുകൾ ശക്തമാവുന്ന സമയമാണ് ഇപ്പോൾ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത കോച്ച് സെർജിയോ ലൊബേറയാണെന്ന് ഇപ്പോൾ റൂമറുകൾ ശക്തമാവുന്ന സമയമാണ്. കൂടാതെ ലൊബേറ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവസാന മത്സരങ്ങളിൽ അവർ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്, നല്ലൊരു സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ അവർ മികച്ച പോയിന്റുകൾ നേടുന്നുണ്ട്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ലൊബേറ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ നിലയിൽ താൽക്കാലിക കോച്ചായിട്ടുള്ള തോമസ് ഷോസിനെ എടുത്തു പറയേണ്ടതാണ്. കോച്ച് വന്നതിന് ശേഷം ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. കോച്ച് വന്നതിന് ശേഷം എന്തായാലും ഡീസന്റ് ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട്. അതെന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.